ഇരിട്ടി സ്കൂൾ സൊസൈറ്റി സെക്രട്ടറി കെ.ടി. അനൂപിന് ഇരിട്ടി ഹൈസ്കൂൾ മാനേജറായി തുടരാം. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരിട്ടി സ്കൂൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇരിട്ടി ഹൈസ്കൂളിലെ മാനേജറായ സൊസൈറ്റി സെക്രട്ടറി കെ.ടി. അനൂപിനെതിരെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഉത്തരവിനെതിരെയാണ് കെ.ടി. അനൂപ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പരിഗണിച്ച് ജസ്റ്റിസ് സി.പി. മുഹമ്മദ് നിയാസ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഉത്തരവ് റദ്ദാക്കിയത്. സ്കൂൾ സൊസൈറ്റി സെക്രട്ടറിയായ കെ.ടി. അനൂപിന് സ്കൂൾ മാനേജറായി തുടരാമെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. 2015 ഇരിട്ടി ഹൈസ്കൂൾ സൊസൈറ്റിയുടെ യഥാർത്ഥ ബൈലോയുമായി 5ഓളം വൈരുദ്ധ്യങ്ങളുള്ള സൊസൈറ്റിയുടെ ബൈലോ എന്ന പേരിൽ സ്കൂൾ സൊസൈറ്റിയുടെ മുൻ സെക്രട്ടറിയായിരുന്ന കെ. കുഞ്ഞിമാധവൻ കണ്ണൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടറെ കൊണ്ട് അംഗീകരിപ്പിച്ചിരുന്നു. ഇതിനെതിരെ സൊസൈറ്റി അംഗം കെ.ടി. അനൂപ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുഞ്ഞിമാധവൻ സമർപ്പിച്ച ബൈലോ 2022 വിദ്യാഭ്യാസ അധികൃതർ റദ്ദ് ചെയ്തിരുന്നു. ഇതിനെതിരെ സ്കൂൾ സൊസൈറ്റി പ്രസിഡന്റ് എന്നവകാശപ്പെട്ട് പി.കെ. രാമദാസും കെ. കുഞ്ഞിമാധവനും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയും കോടതി തള്ളിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് റദ്ദ് ചെയ്യുകയും വ്യാജ ബൈലോ റദ്ദ് ചെയ്തതിനെതിരെ കുഞ്ഞിമാധവന്റെ നേതൃത്വത്തിൽ നൽകിയ ഹർജിയും കോടതി തള്ളിയതോടെ ഇരിട്ടി ഹൈസ്കൂൾ സൊസൈറ്റി സെക്രട്ടറി കെ.ടി. അനൂപ്, പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ പൊയിലൻ, ട്രഷറർ കെ.ടി. ജയപ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സൊസൈറ്റി ഭരണസമിതിക്ക് അധികാരത്തിൽ തുടരാനുള്ള വിലക്കും നീങ്ങിയിരിക്കുകയാണ്. ഭരണഘടനാ പ്രകാരം സ്കൂൾ സൊസൈറ്റി സെക്രട്ടറിയായി കെ.ടി. അനൂപ് സ്കൂൾ മാനേജറായി കഴിഞ്ഞ ദിവസം ചുമതല ഏറ്റെടുത്തു. ഞങ്ങൾ നടത്തിയ ഇലക്ഷൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ല, ഈ സ്കൂൾ സൊസൈറ്റീൻ്റെ ബൈലോയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ഭരണഘടന നിലവിലുള്ളത് കൊണ്ട് അത് പ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല, അതുകൊണ്ട് ഇലക്ഷൻ അസാധുവാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെതിരെ കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ദ സെറ്റ് റീസൺ ഇൻ എക്സിബിറ്റ് P32 P32 എന്ന് പറയുന്നത് നമ്മളുടെ സെക്രട്ടറിൻ്റെ അപ്രൂവൽ റദ്ദ് ചെയ്ത ഉത്തരവാണ്. അത് തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ and the reason for interfering with the same by exhibit P2 cannot stand the scrutiny of law for more than one reason. അതായത് ഒന്നിൽ കൂടുതൽ റീസൺ കൊണ്ട് ഈ സെക്രട്ടറിയുടെ ഉത്തരവ് തികച്ചും തെറ്റാണ്. an election was conducted. പിന്നെ ഇവർ അതുപോലെ തന്നെ ഞങ്ങളുടെ എതിർകക്ഷികൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് അവർ നടത്തി ആ ഭരണസമിതിയെ അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ട് തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് മുമ്പിൽ അവർ ഒരു പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കോടതി പറയുന്നത് വെച്ചാൽ an election was conducted based on a new bylaw which was set aside by the education authorities on 12/7/22. അതായത് 12/7/22 വിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനപ്രകാരം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ തീരുമാനപ്രകാരം സെറ്റ് അസൈഡ് ചെയ്ത്, അതായത് റദ്ദ് ചെയ്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നടന്ന തെരഞ്ഞെടുപ്പിന് ഒരു വാല്യൂ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്.